റോഡ്. ഇത് NH701 ആണ് കേട്ടോ. NH701 നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ, പച്ചപ്പ്. ലെഫ്റ്റ് റോഡ് എടുത്തു കഴിഞ്ഞാൽ പുൽവാമയിലേക്കാണ്. പുൽവാമ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്ന സ്ഥലം. അങ്ങനെ കാശ്മീരിലെത്തിയിട്ട് ആദ്യമായിട്ട് കാശ്മീരിലെ ആപ്പിൾ കണ്ടിട്ടോ, കാശ്മീർ ആപ്പിൾ. പട്ടാളക്കാർ, ആർമിക്കാർ വണ്ടിയൊന്നും നിർത്തിയിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ പട്ടാളക്കാർ ഇങ്ങനെ ഫുൾ ടൈം വിജിലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലായിടത്തും നിറയെ പട്ടാളക്കാർ, ഓരോ 100 മീറ്ററിലും. സോ റൈഡിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന്. സോ 9ാമത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ പോകുന്നത് പഹൽഗാമിലെ കാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടു തീർത്തിട്ട് ഇന്ന് ഞാൻ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ഗുൽമർഗിൽ ഇന്ന് ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളേ ഉള്ളൂ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ശ്രീനഗറിലേക്ക് പോകണം. ഗുൽമർഗിലേക്ക് ഇവിടുന്ന് 140 കിലോമീറ്റർ, ഏകദേശം 9:45 ഗുൽമർഗിൽ എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു ഗൊണ്ടോല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടെമ്പിളുണ്ട്, അതും കൂടെ വിസിറ്റ് ചെയ്തിട്ട് ശ്രീനഗറിലേക്ക് പോവാം. ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം. സോ ശ്രീനഗറിൽ എത്ര ദിവസം നിൽക്കണം എന്നുള്ളത് തീരുമാനിച്ചില്ല. ठीक है भैया, ബൈ. പുള്ളിക്കാരൻ ഞാൻ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം താമസിച്ചത് ഇവിടെ പഹൽഗാമിൽ ഹോട്ടൽ ന്യൂ സ്നോ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ. അവിടുത്തെ കെയർ ടേക്കറാണ് പുള്ളിക്കാരൻ. നല്ലൊരു മനുഷ്യനാണ്, എല്ലാ ഹെൽപ്പും ചെയ്യും. മാക്സിമം പുള്ളിക്കാരനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ ഗുൽമർഗിലേക്കുള്ള യാത്രയിലാണ്. ബാക്കി ഗുൽമർഗിലെത്തിയിട്ടും അല്ലെങ്കിൽ അതിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. സമയം ഏകദേശം രാവിലെ 6:40 ഞാനൊരു 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. 5 മണിക്കല്ല, 5:30 ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി റെഡിയാക്കി വെച്ചപ്പോഴേക്ക് 6:40. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അങ്ങനെ മനോഹരമായിട്ടുള്ള പഹൽഗാമിനോട് വിട പറയുകയാണ്. ലഡാർ നദിയുടെ ചാരത്തൂടെ ലഡാർ നദിയെയും കണ്ടുകൊണ്ട് പഹൽഗാമിനോട് യാത്ര ചോദിക്കുകയാണ്. ഒന്ന് നോക്കിയ ബാക്ക്ഗ്രൗണ്ട്. താങ്ക്സ് ഫോർ യുവർ വിസിറ്റ് മുനിസിപ്പൽ കമ്മിറ്റി പഹൽഗാം. പഹൽഗാം എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ ആട്ടിടയന്മാരുടെ താഴ്വര എന്നാണ്. രാവിലെ തന്നെ ആടിനെ മേയ്ക്കാൻ പോകുന്ന ആട്ടിടയന്മാരെയും കണ്ടുകൊണ്ട് പഹൽഗാം നമ്മളെ താങ്ക്സ് വിഷ് ചെയ്ത ബോർഡും കണ്ട് CRPFകാരുടെ ആർമി വെഹിക്കിൾസും കണ്ട് നമ്മൾ പഹൽഗാമിനോട് വിട പറയുക. ഞാൻ രാവിലെ പഹൽഗാമിൽ നിന്ന് തിരിച്ച് യാത്ര ഗുൽമർഗിലേക്ക് പോകുന്ന വഴി പഹൽഗാമിൽ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി. ഒരു ആട്ടിടയന്മാരുടെ ഒരു കൂട്ടം, ഒരു ഫാമിലി, ഒരു 10-20 പേരുള്ളൊരു കൂട്ടം. അവർ ഈ ഒരു വഴിയിൽ ലിഡാർ നദിയുടെ താഴ്വരയിൽ ടെൻ്റൊക്കെ കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് വീടൊക്കെ ഉണ്ട് എന്നുള്ളത്. ടെൻ്റൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ലിഡാർ നദിയിലെ വെള്ളം എടുത്ത് അതിൽ നിന്ന് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വെള്ളം യൂസ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഈ പഹൽഗാമിൽ. സോ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, നല്ല സൗകര്യങ്ങളോടെ ജീവിക്കുന്ന മനുഷ്യരും, അതുപോലെ തന്നെ ഈ തണുപ്പത്ത് ഇപ്പോൾ 11-10 ഡിഗ്രിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളത്. ഇതിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ആ ടെമ്പറേച്ചറിലും ഇവരിതുപോലെ വീട് പോലും ഇല്ലാതെ ഒരു ടാർപ്പായ വെച്ചിട്ട് കെട്ടിയ വീടുകളൊക്കെ വെച്ചിട്ട് താമസിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ അടങ്ങിയാണ് കേട്ടോ, വൈവിധ്യങ്ങൾ അടങ്ങിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷേ
ഇവരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ആട്ടിടയന്മാരാണ്. അവരുടെ ആട്ടിൻകൂട്ടൊക്കെ ഇവിടെ അങ്ങ് മേഞ്ഞ് നടക്കുന്ന കാണാം. അവിടെ 1-2 പേര് കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് പേര് തീ കൂട്ടിയിട്ട് അവിടെ നിന്ന് ചൂട് കൊള്ളുന്നുണ്ട്. കുറച്ച് പേര് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആടുകളപ്പുറത്ത് മേയുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് മനോഹരമായിട്ടുള്ള മലനിരകളും ഹിമാലയൻ മലനിരകളും കാണാം. ഗൂഗിൾ എനിക്ക് വഴി തെറ്റിച്ചല്ല, ഏതോ സ്പീഡ് റൂട്ടാണെന്നും പറഞ്ഞ് നിന്നിട്ട് ഏതോ ഉൾഗ്രാമത്തിലൂടെയുള്ള വഴിയിലൂടെയൊക്കെയാണ് എന്നെ ഇപ്പോൾ എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. NH44 കയറാനായിട്ട് കുറച്ച് ദൂരം ഞാൻ പോകണം ഈ വഴിക്കാണെങ്കിൽ. കാശ്മീരിൻ്റെ ഉൾഗ്രാമത്തിലൂടെയുള്ള ഏതോ വഴിയൊക്കെ കാണിച്ചിരുന്നുണ്ട്. ഉൾഗ്രാമത്തിലുള്ള ഏതോ ഒരു കടയൊക്കെ, കുഞ്ഞു കട, വീടുകൾ ഒക്കെ കാണാം. എന്തായാലും ജസ്റ്റ് അങ്ങ് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഈ ഗ്രാമങ്ങളൊക്കെ കാണുകയും ചെയ്യാമല്ലോ. പോയി നോക്കാം. കാശ്മീരിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ കാശ്മീരിൻ്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാണ്. പുള്ളിക്കാരൻ ആപ്പിൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അപ്പോൾ ചോദിച്ചതാ. ഉള്ളിൽ കയറി നോക്കട്ടെ. ഇതേ ആപ്പിൾ. അങ്ങനെ കാശ്മീരിലെത്തിയിട്ട് ആദ്യമായിട്ട് കാശ്മീരിലെ ആപ്പിൾ കണ്ടിട്ടോ. കാശ്മീർ ആപ്പിൾ തോട്ടാണത്. റോഡ് സൈഡിൽ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കൈ എത്തുന്ന ഹൈറ്റിലാണ് ഈ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉള്ളത്. शुक्रिया. कुछ पैसा चाहिए था? ठीक है. ये आप लोग का है? हाँ. ठीक है. एक वीडियो पकड़ा है क्या एप्पल का? एक सेकंड. അവരെനിക്ക് ആപ്പിൾ തന്നതാണ്. ഫ്രഷ് ആപ്പിൾ. ശുക്രിയ. ബൈ. ഇവിടുന്ന് കഴിക്കുന്നതിന് പകരം അവിടുന്ന് കുറച്ച് മാറി മുന്നോട്ട് പോയിട്ട് അവിടെ നടന്നേലും കഴിക്കാം. തൽക്കാലം 3 ആപ്പിളൊക്കെ ധാരാളമാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. ഫ്രഷ് ആപ്പിൾ കഴുകിയിട്ട് കഴിക്കാം. വെള്ളമുണ്ട് കയ്യിൽ. ഇതിപ്പോൾ തൽക്കാലം എൻ്റെ ടോപ്പ് ബോക്സിൽ വെക്കാം, എന്നിട്ട് പോവാം. വാവ്, നിറയെ ആപ്പിൾ മരങ്ങളാട്ടോ. ഈ സൈഡിൽ മൊത്തം ആപ്പിൾ മരങ്ങളാണ്. ഫ്രഷ് ജ്യൂസ് പോയിൻ്റ്. ആപ്പിൾ ജ്യൂസ് ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. നോക്കിയേ എന്തോരം ആപ്പിളുകളാണ്. അങ്ങനെ കാശ്മീരിലെത്തിയിട്ട് കാശ്മീർ ആപ്പിളും കണ്ടു. ഒരുപാട് ആപ്പിൾ മരങ്ങൾ. നാച്ചുറൽ സ്ലാബ്. ഫാമിൽ നിന്നുള്ള ആപ്പിൾ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ആപ്പിളായിട്ട് വിൽക്കുന്നുണ്ട്, ജ്യൂസായിട്ട്, ആപ്പിളിൻ്റെ പൾപ്പായിട്ട് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NH നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നിർത്തിയിട്ടിട്ട് കാശ്മീരിലെ ആപ്പിൾ ഫാമിൽ നിന്ന് കിട്ടിയ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈവേയുടെ സൈഡിൽ നിർത്തിയിരിക്കാം. ഇനി കിട്ടിയ ആപ്പിൾ എടുത്ത് കഴിക്കാം. നല്ല വിശപ്പുണ്ട് ഇപ്പോൾ. ആപ്പിൾ കഴുകിയിട്ട് കഴിക്കാം. ആൾക്കാരുടെ വണ്ടിയൊക്കെ ഒരു ആർമിക്കാരന് വണ്ടിയൊക്കെ നിർത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ വണ്ടിയുടെ സൈസ് ഭയങ്കര കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഉറുദു പഠിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഉറുദു വായിക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിലിറ്റി കിട്ടുന്നത് കേട്ടോ. സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉറുദു പഠിച്ചിരുന്നു. അന്ന് ഉറുദു വായിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ് പഠിച്ചിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിനെങ്ങാനും ശേഷമാണ് ഇപ്പോൾ ഉറുദു വായിക്കാനൊരു സാഹചര്യം കിട്ടിയത്. അതും കാശ്മീരിലെത്തിയതിനു ശേഷം. ഉറുദു വായിക്കുമ്പോൾ ഹിന്ദിയോട് സിമിലാരിറ്റിയും എഴുതുന്ന സമയത്ത് അറബിക്കിനോട് സിമിലാരിറ്റി ഉള്ള ലാംഗ്വേജാണ് കേട്ടോ ഉറുദു. പുൽവാമ അറിയില്ലേ? പുൽവാമ അറ്റാക്ക് നടന്ന
അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ലെഫ്റ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് റോഡ് എടുത്തു കഴിഞ്ഞാൽ പുൽവാമയിലേക്കാണ്. പുൽവാമ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്ന സ്ഥലം. നമ്മുടെ ഒരുപാട് ജവാന്മാർ മരണപ്പെട്ട ഓർമ്മകൾ ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയൊക്കെ നല്ല ആർമിയുടെ വൻ സെക്യൂരിറ്റിക്കകത്താണ് ഈ ഒരു സ്ഥലമൊക്കെ. ആർമിക്കാർ വണ്ടിയൊന്നും നിർത്തിയിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ പട്ടാളക്കാർ ഇങ്ങനെ ഫുൾ ടൈം വിജിലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പട്ടാളക്കാർ. സംശയാസ്പദമായിട്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ആ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ജവാന്മാരൊക്കെ വീരമൃത്യു മരിച്ചില്ലേ, അതിനുശേഷം ഇവർ ഭയങ്കര വിജിലൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ എല്ലായിടത്തും പട്ടാളക്കാരാട്ടോ, CRPFകാരാണ് ഫുള്ള്. ഓൾവേസ് റെഡി ആയിട്ട് തോക്കും പിടിച്ചിരിക്കുന്നത് പട്ടാളക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാശ്മീരിൽ എൻ്റർ ചെയ്തത് മുതൽ ഒരു ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇത് മാത്രം കേട്ടോ. എപ്പോഴും നമ്മളെ ഉള്ളിലൊരു പേടി ഇങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലും സംഭവിക്കുകയോ വല്ല ടെററിസ്റ്റ് അറ്റാക്കും സംഭവിക്കുകയോ. പട്ടാളക്കാരെ കണ്ടിട്ടല്ല പേടി, ബട്ട് എപ്പോഴും പട്ടാളക്കാർ വിജിലൻ്റായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പേടി ഇങ്ങനെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ലൊക്കേഷൻസും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ലൊക്കേഷൻസ് ആണല്ലോ, പത്താൻകോട്ട്, പുൽവാമ, ഇങ്ങനത്തെ ലൊക്കേഷൻസിൻ്റെ അടുത്ത് കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. സോ ആ ഒരു പേടിയും കൂടെ ഉണ്ടാവും. പട്ടാളക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇതിനകത്ത് സിവിലിയൻസിൽ ആരൊക്കെയാണ് പ്രശ്നക്കാർ എന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ആളുകളെ സംശയിക്കാതിരിക്കാനും പറ്റില്ല. ചില സമയത്ത് സിവിലിയൻസിൽ നിരപരാധികളെ സംശയിക്കേണ്ടി വരും. അവൻ പോരാ സ്ഥലത്തിൻ്റെ പേര് കൊള്ളാം. ഈ സ്ഥലത്തിൻ്റെ പേര് അവൻ പോരാ. അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പേരുകൾ കാണാം. CRPFകാരുടെ ട്രക്ക് ഉണ്ടോ, അതിൻ്റെ ഒരു ഹൈറ്റും ഒക്കെ ഇതേ പോകുന്നത്. എല്ലായിടത്തും പട്ടാളക്കാരുണ്ട് കേട്ടോ. ഓരോ 100 മീറ്ററിലും പട്ടാളക്കാരെ നിർത്തിയിട്ടുണ്ട് അവർ. ഇതാ ഇവിടെയൊക്കെ ഈ ലെഫ്റ്റിലൊക്കെ നിൽക്കുന്നതാ. പാകിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ, തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ട് ആട്ടിടയന്മാരുടെ കൂട്ടത്തിലൊക്കെ നുഴഞ്ഞു കയറിയിട്ട് അതിൽ കുതിരയുടെ പുറത്ത് അല്ലെങ്കിൽ ആടിൻ്റെ പുറത്തൊക്കെ ഗണ്ണും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്, അക്രമത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇനി ശ്രീനഗറിലേക്ക് 32 കിലോമീറ്ററാണുള്ളത്. ഞാൻ പോകുന്നത് ഗോണ്ടോലയിലേക്കാണ്. ശ്രീനഗറിലേക്ക് ഗോണ്ടോല പോയതിന് ശേഷമാണ് പോകുന്നത്. സൈഡാക്കാൻ പറഞ്ഞ് പുൽവാമ ഡാങ്കർ പോരാ. പുൽവാമയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാട്ടത് മൊത്തം. എന്തോ പ്രശ്നമുണ്ട്. ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലായിടത്തും നിറയെ പട്ടാളക്കാരാണ്. ഓരോ 100 മീറ്ററിലും പട്ടാളക്കാരെ നിർത്തിയിരിക്കുക. ഈ റോഡ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണ് റീസൺ എന്നറിയില്ല. ये चेकिंग है क्या? नहीं चेकिंग नहीं है वो, वहाँ से आर्मी फोर्स आ रही है ना, देखो। हाँ ओ ठीक है, आर्मी फोर्स के जाने के लिए ब्लॉक किया, वो वहाँ से जा रहे हैं उस साइड से, लेकिन CRPFകാരുടെ വാഹനവ്യൂഹം കടന്നു പോകാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തതാണെന്നാണ് ഞാൻ ഈ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്താ പോകുന്നുണ്ടോ CRPFകാരുടെ ഒരുപാട് വാഹനങ്ങൾ, ട്രക്കുകളും ആംബുലൻസ്, പിന്നെ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സോ ഈ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം ബ്ലോക്ക് ചെയ്തത്. സോ അവർ കടന്നു പോയെന്ന് തോന്നുന്നു. യെസ്, ഇപ്പോൾ നമ്മളെ വിട്ടിട്ടുണ്ട്. നമ്മൾ ആംബുലൻസിന് ഓൾവേസ് പ്രയോറിറ്റി കൊടുക്കാറുള്ള പോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഓൾവേസ് പ്രയോറിറ്റി CRPFനുണ്ട് കേട്ടോ. CRPFകാരുടെ വണ്ടി ഒരിക്കലും ഒരു ബ്ലോക്കിലും തടഞ്ഞിടാൻ പാടില്ല. ഇൻ കേസ് ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ആർമിക്കാരനെ ആ ബ്ലോക്കേഴ്സൊക്കെ സോൾവ് ചെയ്തിട്ട് അവരുടെ വണ്ടി കടത്തിവിടുന്ന രീതിയിലാക്കും. കാരണം അവർ ഓൾവേസ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലൂടെയും ലേ ലഡാക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾവേസ് ആർമിക്കാർ പറയുന്നത് അനുസരിക്കുക.
അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെന്തേലും ഡെഫിനറ്റായിട്ടൊരു റീസൺ ഉണ്ടാവും. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഇതുപോലെ ഉണ്ടാകുന്ന രാവിലെ സമയത്താണ്, രാവിലെയും ഉച്ചയ്ക്കുമാണ് ഇതുപോലെ ഓരോ ബറ്റാലിയൻ ബേസ്മെൻറ്റിൽ നിന്ന് അടുത്തതിലേക്ക് ഈ CRPFകാർ പോകുന്നത്. ആ സമയത്താണ് ഇത് ബ്ലോക്ക് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഇവിടെ അടുത്ത് ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ പുറത്തുള്ള ഈ ലോക്കൽസിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ബെസ്റ്റ് സാഫ്രോൺ ഗ്രോസ് ഹിയർന്ന്, ലോകത്തിലെ ഏറ്റവും നല്ല സാഫ്രോൺ കുങ്കുമം വളരുന്നത് ഈ ഒരു ഏരിയയിലാണെന്നാണ് പറയുന്നത്, ഈ ഒരു ലൊക്കേഷനിൽ. കാശ്മീരിൽ ഓരോ ആർമി ചെക്ക് പോസ്റ്റിലും ഏത് ബറ്റാലിയൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഞാനിപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ ബറ്റാലിയൻ നമ്പർ 110 അണ്ടറിൽ വരുന്നതാണ്. റോഡ് ഓർഗനൈസേഷൻ ബ്രോ എന്നാണ് അറിയപ്പെടുന്നത്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ. അവരുടെ കൺസ്ട്രക്ട് ചെയ്ത റോഡ് തുടങ്ങി. ഇനി അങ്ങോട്ട് ബ്രോയിഡ് റോഡുകളായിരിക്കും ലഡാക്കിലൊക്കെ ഉള്ളത്. ഞാൻ ഈ കാണുന്ന ബൈക്ക് സർവീസ് സെൻറ്ററിൽ വന്നിട്ട് എൻ്റെ ടോപ്പ് ബോക്സിൻ്റെ ഈ ഒരു റാക്ക് ഞാനൊന്ന് ടൈറ്റ് ചെയ്യിച്ചു. അത് ഇളകുന്നുണ്ടായിരുന്നു. ഈ ഗട്ടറുകളുള്ള റോഡിലൂടെയൊക്കെ ഈ വെയിറ്റുള്ള 2 ടോപ്പ് ബോക്സിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ നട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൂസാവും. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ടൂൾസൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, നട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്യണം എന്നർത്ഥം. ഒരു പരിചയമില്ലാത്ത എനിക്ക് അവർ ചായയും തന്നു കേട്ടോ. നല്ല മനുഷ്യർ. ഒരുപാട് സ്ഥലങ്ങളുടെ പേര് എൻ്റെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ചിട്ടാണ് കേട്ടോ, PORA. ഞാൻ നേരത്തെ കാണിച്ചെന്ന അവൻ പോരാ, അത് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾക്ക് പോരാന്ന് വെച്ചിട്ട് എൻ്റെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കർണാടകയിലൊക്കെ ഹള്ളി ഉള്ള പോലെ, നാട്ടിൽ പുരം ഉള്ള പോലെ, ഇപ്പോൾ കണ്ണപുരം, തിരുവനന്തപുരം അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങാടി വെച്ചിട്ടുള്ള കുറേ പേരുകളുണ്ടല്ലോ, പഴയങ്ങാടി, മീനങ്ങാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു വേർഡാണെന്ന് തോന്നുന്നു പോരാന്നുള്ളത്. വില്ലേജ് എന്നോ അങ്ങനെ എന്തെങ്കിലും അർത്ഥം വരുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ആന്ധ്രയിൽ അത്, കർണാടകയിലത് കന്നഡയിലത് ഹള്ളിയാണെങ്കിൽ ആന്ധ്രയിലത് പള്ളിയാണ്. സോ ഇവിടെ അത് പോരാന്നാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇതുപോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സഫിക്സ് ഞാൻ കണ്ടായിരുന്നു. ഏകദേശം എല്ലാ സ്ഥലത്തിൻ്റെയും പേരിൻ്റെ കൂടെ ഒരു സഫിക്സ് ഉണ്ടായിരുന്നു. കുൻസേർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കുൻസേർ, KUNZER, കുൻസേർ. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഇനിയിപ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗുൽമാർഗ്, ഗൊണ്ടോലയിലേക്കുള്ള. ിലേക്ക് കടന്നതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നൊരു റെസ്റ്റോറൻ്റാണ് വൈഷ്ണവ് ധാബ കേട്ടോ. ധാബകളുടെ ലിസ്റ്റിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് വൈഷ്ണവ് ധാബ. എനിക്ക് തോന്നുന്നൊരു ധാബ നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ A to B, അടയാർ ഭവൻ, അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്തോ നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റ് നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ബോർഡുകളും, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബോർഡുകളും മരം കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. നല്ലൊരു കൺസെപ്റ്റാണത്. സാധാരണ ഗവൺമെൻറ് ബോർഡുകൾ പച്ച ബോർഡ് എഴുതല്ലേ പതിവ്. പച്ച ബോർഡുകളുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇത് കണ്ടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡാണ്, താങ്കുമാർഗ് പോലീസ് സ്റ്റേഷൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കയറ്റാണ് മൊത്തം, ചുരമാണെന്ന് തോന്നുന്നു. മാപ്പിനകത്ത് ഹെയർ പിൻ വളവുകളൊക്കെ കാണുന്നുണ്ട്. ചുരത്തിന് ഒരു മലമുകളിലാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വ്യൂ പോയിൻ്റുകളുടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ മരത്തിൽ കൊത്തി വെച്ച ബോർഡുകൾ ഒരുപാടെണ്ണം വെച്ചിട്ടുണ്ട്, ഏത് സൈഡിലേക്ക് പോകണം എന്നുള്ളതൊക്കെ. ഒരു ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്, നാച്ചുറൽ റീജനറേഷൻ ഓഫ് ഫയർ ഫോസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് 2000 സംതിങ്.
നല്ല പൂക്കളൊക്കെ, ചെറിയ കുഞ്ഞു പൂക്കൾ വിരിഞ്ഞിരക്കുന്ന പച്ചപ്പ് ഉള്ള മലയുടെ താഴ്വാരം. ചുരം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ബോർഡുകൾ എഴുതിയിട്ടുണ്ട്, ഒന്നും വായിച്ചു നോക്കുന്നില്ല, നേരെ കയറി പോയി നോക്കാം. സമയം കുറവാണ്, ഇന്ന് ശ്രീനഗറിലെത്തണം. സോ നേരെ ഗുൽമർഗ് എത്താൻ നോക്കാം. ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇവിടുന്ന്. വാട്ട് എ ബ്യൂട്ടിഫുൾ റോഡ്. ഇത് NH 701 ആണ് കേട്ടോ. അതെ, NH 701. നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ, പച്ചപ്പ്. മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. ഈ സമയത്ത് പ്രോപ്പർ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ വന്നാൽ മതി. ആപ്പിൾ കാണാം, ബദാം കാണാം, ആപ്രിക്കോട്ട് കാണാം. ഇതിൻ്റെയൊക്കെ സീസണാണ് ഈ ഒരു സമയം എന്ന് വെച്ച്. ഞാൻ കാശ്മീരിൽ ഇതുവരെ പോയ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്നിക്കിന് അലൗഡാണ്. നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, രാത്രി അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാം, അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. സൗകര്യങ്ങളല്ല, അലൗഡാണ് ഈ പറഞ്ഞ സ്പോട്ടിലൊക്കെ. ഗുൽമർഗിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് കേട്ടോ. ഗുൽമർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, ഗവൺമെൻറ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഞാനിപ്പോൾ ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊന്നും കയറാൻ പ്ലാനില്ല. ജസ്റ്റ് നമുക്ക് ഗുൽമർഗിൻ്റെ മെയിൻ പോയിൻ്റ് പോവാം. 5.2 kilometers from here. വഴിയിൽ കാണുന്ന ഈ പച്ച ബോർഡുകളിൽ ഓരോ പോയിന്റിലും എത്ര ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ബോർഡ്, ഹിമാലയൻ ടെമ്പറേറ്റ് FIR ഫോറസ്റ്റ്, ദെൻ അബീസ് പിൻഡ്രോ, ആൾട്ടിറ്റ്യൂഡ് 2584 meters, ജമ്മു ആൻഡ് കാശ്മീർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനത്തെ ഒരുപാട് ബോർഡുകളുണ്ട് അവിടെയൊക്കെ. സോ ഞാൻ ഗുൽമർഗിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. സൺഷൈൻ പീക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് പേര്. വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ. ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ പോയി നോക്കാം. ഈ ഗുൽമർഗ് താഴ്വര മുഴുവൻ ഇതുപോലുള്ള പൂക്കൾ പൂത്ത് വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളയും അതുപോലെ ഇതുപോലത്തെ മഞ്ഞ പൂക്കളൊക്കെ, മഞ്ഞയും വെള്ളയും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. മൊത്തം ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ശിവ് ടെമ്പിൾ, റൈറ്റിലേക്ക് ഗുരുദ്വാര, പിന്നെ മുസ്ലിം പള്ളി ഉണ്ട്, മോസ്ക് ഉണ്ട് റൈറ്റ് സൈഡിലേക്ക്. ഞാൻ ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് വരാം. ടെമ്പിൾ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പോണി റൈഡിന്, ഹോഴ്സ് റൈഡിന് അവർ 2200 രൂപയ്ക്കാണ് പറയുന്നത്. 6 പോയിന്റുകൾ, വ്യൂ പോയിന്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 500-നാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അയാൾ സമ്മതിക്കുന്നില്ല, അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഞാനിപ്പോൾ ഗുൽമാർഗിലാണുള്ളത്. ഗുൽമാർഗിലുള്ള ടെമ്പിളാണത്. എനിക്ക് ഇവിടെ അധികം സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ശ്രീനഗറിലേക്ക് എത്തണം. അവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. സോ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണി റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു. 6 പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. 2200 പറഞ്ഞ സാധനം ഞാനൊരു 700-ൽ എത്തിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു 500 മതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ 500-ലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവന്മാർ 6 വ്യൂ പോയിൻ്റ് എന്നുള്ളത് കുറക്കാൻ ചാൻസ് ഉണ്ട്, നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് മുമ്പ് പോയി വ്യൂ പോയിൻ്റ് ഏതൊക്കെയാണ് പരിചയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വ്യൂ പോയിൻ്റ് ആണെന്ന് പറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 700-ൽ എത്തിച്ച് ഞാൻ നിർത്തി. വേണമെങ്കിൽ 500-ലേക്ക് എത്തിക്കാം. നിങ്ങൾ വിൻ്റർ സമയത്താണ് ഗുൽമാർഗിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും ഗുൽമാർഗിൽ.
ഈ കാണുന്ന ഈ ഒരു മലയുടെ ഏറ്റവും മുകളിൽ ടോപ്പിൽ കുറച്ച് സ്നോ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ, വെള്ള കളറിൽ കാണാം. ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അവിടുന്ന് ഒരു കുതിരയുടെ മുകളിൽ ഒരാൾ വരുന്നതും കാണാം. നമ്മൾ അതുവഴി ഇങ്ങനെ കയറി പോവാണ്. ഇതാണ് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ്. അടുത്ത വ്യൂ പോയിന്റ്, സെക്കൻഡ് വ്യൂ പോയിന്റ് ആറണത്തിൽ എന്ന് പറയുന്ന ഒന്ന് മഹാരാജ പാലസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ടിക്കറ്റ് ഉള്ളിൽ എൻട്രൻസിൽ ഇവിടെയാണെന്ന് പറഞ്ഞ് സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് മഹാരാജ പാലസ്. സോ ഇതിനകത്ത് കയറിയിട്ട് നോക്കാം എന്താ ഉള്ളതെന്ന്. ഏകദേശം 100 വർഷത്തോളം ജമ്മു ആൻഡ് കാശ്മീർ ഏരിയകളൊക്കെ ഭരിച്ചിരുന്ന ദോഗ്ര ഡൈനാസ്റ്റിയിലെ, ദോഗ്ര രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന മഹാരാജ ഹരിസിംഗ് ആണ് ഈ ഒരു പാലസ് പണി കഴിപ്പിച്ചത്. ഗുൽമർഗ്, പഹൽഗാം, ശ്രീനഗറൊക്കെ ഈ ഒരു ദോഗ്ര ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരുടെ ഒരു സമ്മർ ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സമ്മർ കാലത്ത് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പാലസുകളും ഇതുപോലത്തെ പാലസുകളൊക്കെ ഒരുപാട് അവർ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ദോഗ്ര രാജവംശം ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീർ ഏരിയയൊക്കെ ഭരിച്ചിരുന്നത്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഗുൽമാർഗൊക്കെ. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇത് വിറക് ഇടുന്ന സാധനമാണെന്ന് തോന്നുന്നു, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ ഈ ഒരു സിസ്റ്റം. ഇതാണ് സ്ട്രോബെറി വാലി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ സ്ട്രോബെറി ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ക്വാഡ് ബൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ പോണി റൈഡ് ഉണ്ട്, ഈവൻ ഇലക്ട്രിക് ഓട്ടോ റൈഡും ഉണ്ട് കേട്ടോ. കേബിൾ കാർ ഡ്രൈവും ഉണ്ട്. കേബിൾ കാർ ഡ്രൈവിന് പെർ ഹെഡ് 810 രൂപയാണ്. അതാ കേബിൾ കാർ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേബിൾ കാർ. സോ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഗോണ്ടോല കേബിൾ കാർ ബുക്കിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൻ്റെ ഒരു പേയ്മെൻറ്റ് സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് കിട്ടും. ഷാരൂഖ് ഖാൻ്റെ ജബ് തക് ജാൻ സിനിമയിൽ ജിയ ജിയ എന്ന് പറഞ്ഞ് സോങ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണത്. അവിടെ ഒരു ഗോൾഫ് പോയിൻ്റ് ഉണ്ട് കേട്ടോ, ഗോൾഫ് കോഴ്സ് പോയിൻ്റ് ഉണ്ട് അവിടെ. ഇവിടെയാണ് മിഷൻ കാശ്മീർ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്ന കേട്ടോ. മുംറോ മുംറോ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാശ്മീരി കുൽച്ച നല്ല സ്വീറ്റുള്ളൊരു സാധനം കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് കണ്ടപ്പോൾ ടേസ്റ്റ് ചെയ്തു, ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി. ഇവിടുത്തെ ടെമ്പിള് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കയറുകയാണ്. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. ഇത് ആ കാണുന്നതാണ് ടെമ്പിള്.
ഗുൽമർഗിൽ നിന്ന് കാശ്മീരി പുലാവ് കഴിക്കുകയാണ് ഇപ്പം. ഇതാണ് കാശ്മീരി പുലാവ്. ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗുൽമർഗിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഞാൻ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശ്രീനഗറാണ്. ഇവിടുന്ന് 54 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ കാശ്മീർ ട്രിപ്പിലാണെങ്കിൽ ശ്രീനഗർ, പെഹൽഗാം, ഗുൽമർഗ് ഇതൊക്കെ ഒരു 100 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ 3 സ്ഥലങ്ങളുള്ളത്. ഒരു ശ്രീനഗർ ഒരു സെൻറ്ററായിട്ട് കണക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു 54 കിലോമീറ്റർ 6:24 ആകുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത്.